ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചയോടുകൂടി തന്നെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഷിയാസ് കരീമിനെതിരെ ഒരു പരാതി. ഈ പരാതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊണ്ട് 65 ലക്ഷം രൂപ പറ്റിച്ചു. അത് തിരിച്ചു ചോദിച്ചപ്പോഴത്തേന് അവരുടെ നഗ്ന ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വാർത്ത വരുന്നത് കേട്ടോ. പല ചാനലിൽ പല രീതിക്കൊക്കെയാണ് വാർത്ത വന്നത്. ഇപ്പൊ ഈ വാർത്ത വന്നപ്പോൾ സകലമായ ആൾക്കാരും പരസ്പരം ചർച്ച ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയാം. അതാണ് ഇതിന്റെ അകത്തെ കോമഡി. അല്ല, ഇത് പഴയ കേസാണോ അതോ ഇത് പുതിയ കേസാണോ? സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്നുണ്ട്. ഇനി ആ കേസിന്റെ പുതിയ വല്ല അന്വേഷണമോ അല്ലെ പുതിയ വഴിത്തിരിവാണോ അതോ ഇനി പുതിയതായിട്ട് ആരെങ്കിലും പരാതി കൊടുത്തോ? ഈ ഒരു സംശയമായിരുന്നു ചർച്ച മുഴുവൻ. ശരിക്കും ഞാൻ എല്ലാ ചാനലും എടുത്ത് നോക്കിയിട്ടും ഞങ്ങളെ കുറെ യൂട്യൂബേഴ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പഴയതാണോ ഇത് പുതിയതാണോ വേറൊരു വാർത്ത ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് വന്നപ്പോഴത്തേക്കിന് ഇടയ്ക്കൊരു ഏത് ചാനലിലാന്ന് ഞാൻ ഓർക്കുന്നില്ല, കേട്ടതാണ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടത്, ഈ യുവതി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടത്. അതോടൊപ്പം കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു. രണ്ടാമത് മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ള വിവരം മറച്ചുവെച്ച് ഷിയാസ് കരീം ഈ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് പറഞ്ഞിരുന്നു എന്നുള്ള അർത്ഥം. അല്ല, ഈ ഷിയാസ് കരീമിന്റെ കല്യാണവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഷിയാസ് കരീം എന്റെ ഒരു വിചാരത്തില് ഏറിന്ന് താഴെ ഇറങ്ങിയ സമയമില്ല, വല്ല 1-2 ആഴ്ചയൊക്കെ ഇറങ്ങാറുള്ളൂ. അതേപോലെ ഏറെ നിൽക്കുന്ന ആളാണ്. ഏകദേശം ബിഗ് ബോസിലൊക്കെ പോയി വന്നതിന് ശേഷം അറിയപ്പെട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ എയറിലാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ബീഫിന്റെ കാര്യം, അതിന്റെ മുന്നേ ആണ് ഉമ്മയെ അടിച്ചിറക്കി. ഇങ്ങനെ 1 by 1 ആയിട്ട് പോകും. അപ്പൊ ആ കല്യാണ സമയത്തൊക്കെ ഒരു കല്യാണം മുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതോ മുടങ്ങിയ കല്യാണം തന്നെയാണോ കഴിച്ചത്, ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്താണേലും ഈ ഷിയാസ് കരീം എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നേരെ സജീവമാണ്. ഇപ്പൊ അങ്ങേർക്ക് കുട്ടിയുണ്ടായത് എല്ലാം ചർച്ചയാണ്, നമ്മൾ അറിയുന്നതാണ്. എന്നിട്ട് ഈ പെണ്ണ് ആരാണേലും ഏത് യുവതിയാണേലും കൊടുത്തിരിക്കുന്ന പരാതി പറഞ്ഞിരിക്കുന്നത് എല്ലാം മറച്ചു വെച്ചെന്ന്. അങ്ങനെ മറച്ചു വെക്കാവുന്ന ഒരു സ്വകാര്യ വ്യക്തിയല്ലല്ലോ ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. ഇവരെ പറയുന്ന മുഴുവൻ വെളിയിൽ വരുന്നുണ്ട്. എപ്പോഴും ഏറല്ല. ഒന്നല്ല അഖിൽമാരാരെ ആയിട്ടുള്ള യുദ്ധം നമ്മൾ കണ്ടാണ്. ഇവര് അഖിൽമാരാര്, ഷിയാസ് കരീം ഇവരൊക്കെ ഏറിന് താഴെ ഇറങ്ങാറേ ഇല്ല. അപ്പൊ ഇവർക്കൊന്നും ഇവരുടെ എല്ലാം വിഷയങ്ങൾ ഈ ട്രാൻസ്പെറന്റ് ആണ്, അല്ലാതെ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇയാള് വിവാഹം കഴിച്ചല്ലെന്ന് മറച്ചു വെച്ചത് ഈ വാർത്ത കേട്ടതാ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഏതായാലും വാർത്തയൊന്ന് കേട്ടു തുടങ്ങാം. ഒരു പരാതി സാത്വിക ലൈംഗിക ചൂഷണ പരാതിയുമായി യുവതി രംഗത്തെത്തുണ്ട്. 60 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. വിശദാംശങ്ങൾ ജിത്ത് ജോൺ നൽകും. ജിത്ത്, വീണ്ടും ഒരു വിവാദത്തിലേക്ക്, പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ യുവതി പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? പോലീസിൽ നൽകിയിട്ടുണ്ടോ ഈ പരാതി? ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് യുവതി പരാതിയിൽ പറയുന്നത്. പാലാരിവട്ടം പോലീസാണ് പ്രവാസി വ്യവസായിയായ യുവതി പരാതി നൽകിയത്. ഏകദേശം 65 ലക്ഷം രൂപ ഷിയാസ് തട്ടിയെടുത്തുവെന്നാണ് യുവതിയുടെ പ്രധാന ആരോപണം. പ്രണയം നടിച്ച് വിശ്വാസം നേടിയെടുത്ത ശേഷം ഷിയാസിന്റെ ജിമ്മ നവീകരിക്കാനായി വൻ തുക കൈപ്പറ്റി. എന്നാൽ ഈ തുക തിരികെ ചോദിച്ചപ്പോൾ തന്റെ നഗ്ന ദൃശ്യങ്ങൾ ഫോൺ സൈറ്റുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായും മാനസികമായി പീഡിപ്പിച്ചതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പരാതിയുമായി ബന്ധപ്പെട്ട് ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും അതോടൊപ്പം തന്നെ വോയിസ് റെക്കോർഡുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും എല്ലാം തന്നെ യുവതി പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. ലൈംഗികവും സാമ്പത്തിക ചൂഷണവുമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ. അപ്പൊ വാർത്ത കേട്ടതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യത്തിൽ പണം എല്ലാ ചാനലിൽ നിന്നും മനസ്സിലാകുന്ന പണം കൊടുത്തതിന്റെ രേഖയുണ്ട്. പണം 65 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീഡന കഥകളിലാണ് തെളിവില്ലാതെ കിടക്കുന്നത്. സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണും, ഇല്ലാതൊന്നുമില്ല. കാരണം ഷിയാസ് കരീമിനെ കുറിച്ച് മാത്രം എപ്പോഴും കേൾക്കുന്ന ഒരു പീഡന പരാതി. രണ്ടാമത് എപ്പോഴും കേൾക്കുന്നത് ജിമ്മ് വിപുലീകരിക്കാൻ വേണ്ടി പൈസ മേടിച്ചു. സെയിം പരാതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് പഴയ വാർത്തയാണോ പുതിയ വാർത്തയാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ മേല വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പൈസ നിന്ന് തർക്കിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന് കിടപ്പുണ്ട്. അത് രേഖയുള്ള കാര്യമാണ്. അപ്പൊ ഷിയാസ് കരീം ഇപ്പൊ ഇതിന്റെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും നമുക്ക് ഷിയാസ് കരീമിന്റെ പ്രതികരണം കേൾക്കണമല്ലോ, അത് കേൾക്കാതിരിക്കില്ലല്ലോ. കേട്ടു തുടങ്ങാം. പ്രശ്നം കഴിഞ്ഞാണ് പീഡന പരാതി. അപ്പൊ അതൊരു ഈ സ്ത്രീക്ക് 40 വയസ്സ്. എനിക്ക് അവരെ വിവാഹം പീഡിപ്പിക്കാൻ ആവശ്യമില്ല. അത് വേറെ. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്ക് കുട്ടി, ഞാൻ ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകൾ ഇടപെടുമ്പോൾ തന്നെ തിരിപെടുക. ഇതിന് മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു
കാരണവും ഈ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 16 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാവരെ. പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒന്നും അറിയില്ല. പക്ഷേ ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് ഹോസ്പിറ്റലിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ ഒരു കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഒരു കള്ളക്കേസ് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയണം. ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നു 10 എന്റെ ഉമ്മയുടെ റായത്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഷിയാസ് പറയുന്ന പൈസയൊക്കെ അവര് ഇങ്ങോട്ട് അയച്ചതിന്റെ രേഖയൊക്കെ കാണും. അതുകൊണ്ടാണ് ഷിയാസ് അത് പറയുന്നത്. ഇവരെ ഉമ്മയുടെ കയ്യിൽ നിന്നും വൈഫിന്റെ കയ്യിൽ നിന്നൊക്കെ ഇവര് സ്വർണം മേടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പൈസ അയച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഷിയാസിന്റെ ഉമ്മ പെരുമ്പാവൂർ ഏതോ ഒരു എന്താണ് സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു കമന്റ് കഴിഞ്ഞ ആഴ്ച എന്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണേലും ഈ ഷിയാസ് പറഞ്ഞത് ഇപ്പൊ കേട്ടല്ലോ നിങ്ങൾ. അവർക്ക് ആ സ്ത്രീക്ക് 60 വയസ്സിനോട് അടുത്ത് പ്രായമുണ്ട്, ഉമ്മയുടെ പ്രായമുണ്ടെന്നാണ് പറയുന്നത് ഷിയാസ്. അത് ഷിയാസിന് നുണ പറയാൻ പറ്റില്ല, കാരണം അവർ കേസ് കൊടുക്കുക. അപ്പൊ പോലീസ് യുവതി എന്ന് പറയുന്നുണ്ട്. യുവതി എന്നൊക്കെ പറയുന്ന ഒരു 40-45 വയസ്സ് വരെയൊക്കെ അല്ലേ യുവതി. 50 അങ്ങോട്ട് കുടിക്കാൻ യുവതി എന്ന് പറയാം, മധ്യവയസ്ക എന്നൊക്കെ അല്ലേ പറയാം. ഏതായാലും പോലീസും വാർത്തകളിലൊക്കെ യുവതി എന്നാണ് പറയുന്നത്. ഷിയാസ് പറയുന്നത് 60 വയസ്സുള്ള യുവതിയാന്ന് പറയുന്നു. എന്താണേലും ഒരു ഉഡായിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉഡായിപ്പ് പോലെയാണ് ഈ തോന്നുന്നത്. കാരണം ഇവരാരും പറയുന്നതിൻ്റെ അകത്ത് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ആദ്യത്തെ സ്ത്രീയുടെ പരാതി ഓൾറെഡി കിടപ്പുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം, ഇതേപോലെ തന്നെ 50 ലക്ഷം. കോഴിക്കോട് ഏതാണ്ട് ഒരു സ്ഥലം, വേറെ ജിമ്മ്, അത് ഇങ്ങനെ അന്യവരുടെ പണം മേടിച്ചുള്ള കളിയാണോ നടത്തുന്നതെന്ന് അറിയില്ല. ഏതായാലും മൊത്തത്തിൽ ഷിയാസിനെ ആയിട്ട് കുറ്റം പറയുന്നില്ല. നമ്മളിപ്പം റസൂൽ പൂക്കുട്ടിയുടെ വീഡിയോ ആണ് കഴിഞ്ഞ രാവിലെ ഞാൻ ചെയ്തത്. ഏതായാലും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒരാൾ നല്ലല്ലോ. മാരാര് കഴിഞ്ഞ ദിവസം വന്ന ഭാര്യയും മക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നിരുന്നു വീഡിയോ ലൈവ് ഇട്ടിട്ട് ആ ലൈവിന്റെ താഴെ കമന്റ് ഇടുന്ന ആൾക്കാരെ കുറിച്ച് മാരാരുടെ ഭാഷ എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ പറമ്പിൽ അപ്പിടാൻ വന്നിരിക്കുന്ന പട്ടി ആയിട്ട് കരുതിയേച്ചാൽ മതി, വേണേ ചന്തി കഴിയിട്ട് പോട്ടണം, എന്തോ ഒരു ഭാഷ. കുട്ടികളെ വെച്ചോണ്ട് പറഞ്ഞാൽ എന്ത് സംസ്കാരമാണ് ഉള്ളത്? അല്ലെ മാരാരുടെ ഭാര്യയും മക്കളെയൊക്കെ കൂടെ ഇരുത്തി ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ വെറുതെ പട്ടിയാട്ടെന്നുള്ള ഭാര്യയൊക്കെ അപമാനിച്ച് ആട്ടിവിടും. പക്ഷെ അയാളുടെ ക്യാരക്ടർ, അയാളുടെ ഫാമിലിയിൽ ഒരിക്കലും അയാൾ ഭാര്യയ്ക്ക് വേണ്ട സ്ഥാനമൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങളും സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ 10 പേര് കൂടുന്നിടത്ത് പുള്ളിക്കാരൻ വൺമാൻ ഷോ നടത്താൻ വേണ്ടി അപ്പൊ തന്നെ സ്വന്തം ഭാര്യയെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ച് പുള്ളി ആള് കളിക്കും, ഹീറോ കളിക്കും. അത് പുള്ളിയുടെ ക്യാരക്ടറാണ്. അത് ആ സ്ത്രീക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇത്രയേ ഉള്ളെന്നുള്ളത്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള വില ഉടുപ്പുള്ള സ്വർണ്ണങ്ങളും സാരി അത് ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് കുടുംബവും നല്ലപോലെ നോക്കുന്നുണ്ട്. പിന്നെ ഈ 10 പേര് കൂടുമ്പോൾ ഒരു പട്ടി ഷോ കാണിക്കുന്നല്ലേ, ആ കാണിച്ചു പൊട്ടുന്നതായിരിക്കാം ഭാര്യ ഇരുന്നത്. ഏതായാലും സംസ്കാരം ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സംസാരത്തിൽ മൊത്തം ഇദ്ദേഹത്തെ ഈ മാരാരെ പറഞ്ഞുവിട്ട് ബിഗ് ബോസ് പറഞ്ഞുവിട്ട് അങ്ങേരെ കണ്ട് അങ്ങേരെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ടുള്ള പ്രേക്ഷകരാണ് അങ്ങേര് ലൈവ് ഇട്ടപ്പോൾ താഴെ കമന്റ് ഇടുന്നത്. അവർക്കിപ്പോൾ ഏതായാലും ഈ പ്രസവ സംബന്ധമായ കാര്യം പറഞ്ഞതിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത കമന്റ് വന്നു കാണും. അവരെയാണ് മാരാരെ ആട്ടി കണ്ണുപൊട്ടിച്ച് വിടുന്നത്, എന്റെ പറമ്പിൽ വന്ന് അപ്പിടുന്ന പട്ടിയപ്പോൾ. അപ്പൊ ഇവർക്കൊക്കെ അങ്ങനെയുള്ളൂ, ഒരു സംസ്കാരമില്ല. സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ ഇവരെല്ലാം ഉഡായിപ്പിന്റെ ഉസ്താദുമാരാണ്. ആരെ ഒന്നിനും ഇപ്പൊ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നു. എന്തായാലും നമ്മുടെയൊക്കെ ഒരു വിചാരം, നമ്മളൊക്കെ കൊടുത്ത റെസ്പെക്ട് എന്താണ്?
എന്ത് റെസ്പെക്ട് കൊടുത്തതാണ് അവർക്കൊക്കെ. കാരണം സിനിമാക്കാരായിട്ട് എഴുത്തള്ളിയില്ല അദ്ദേഹത്തേക്ക്. അത് അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ ഫിറോസിന്റെ വീട്ടിൽ കയറി കളിച്ച കളി ഫിറോസ് നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാന്ന് ആലപ്പി അഷറഫ് പറയുന്നുണ്ട്. സ്വകാര്യതയായിട്ട് പുറത്തു വിടുന്നില്ല. പക്ഷെ എന്നോട് ഫിറോസ് മനസ്സ് തുറന്നു. അത് എനിക്കത് പറയാൻ പറ്റില്ല, അത്രയും വിഷമമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരുത്തന്റെ കുടുംബമാണ് തകർത്തു കൊടുത്തത്. പിന്നെ സജനയും സെലിബ്രേറ്റ് ചെയ്യുന്നത്, സജന എപ്പോഴും പുളിങ്കൊമ്പ് തേടി പോയതാണ്. നാളെ ഒരിക്കൽ ഫിറോസ് ഒരു ചവിട്ടുപടിയായിരുന്നു സജനയ്ക്ക് സിനിമാ രംഗത്തേക്ക്. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അതിലും വലിയ സ്റ്റെപ്പിലുള്ള റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ പദവിയൊക്കെ വഹിക്കാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വലിയ ഉയർച്ചയിലെത്തുമല്ലോ എന്ന് സജന ഓർക്കുന്നുള്ളൂ. സജനയ്ക്ക് അത്രയ്ക്കുള്ള ബുദ്ധി വളർച്ചയേ ഉള്ളൂ. പക്ഷെ അതൊന്നും അങ്ങനെ കിട്ടാൻ എളുപ്പമുള്ള ഭാര്യ പദവി ഒന്നും അത്ര കിട്ടാൻ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഉച്ചക്കത്തെ വെടി ചെയ്തപ്പോൾ അവര് കാര്യം കണ്ടേച്ച് കൈ കഴുകി അങ്ങ് പോത്തേയുള്ളൂ. വെള്ളം കണ്ട ചെളി കണ്ടാൽ ചവിട്ടുക, വെള്ളം കണ്ടാൽ കഴുകുക, ഇത്രയേ ഉള്ളൂ അവരുടെയൊക്കെ രീതി. അത് മനസ്സിലാക്കാനുള്ള കഴിവ് സജനയ്ക്കില്ല പോയെന്നേ ഉള്ളൂ. പുളിങ്കം അങ്ങനെ ചാടി പിടിക്കാൻ അത്ര എളുപ്പമല്ലേ. ഇപ്പൊ എല്ലാവരും നാറി പിരിയും ആ കേസിൽ. അതേപോലെ ടോട്ടലി ഇങ്ങനെ നോക്കിയാലും ആരാരാണേലും ഷിയാസ് കരീമാണേലും റസൂൽ പൂക്കുട്ടിയാണേലും ഫിറോസ് സജനയൊക്കെ ആണേലും എല്ലാം കണക്കാന്ന് കമന്റ് ബോക്സിൽ ആൾക്കാർ എഴുതാറുണ്ട്. അത് തന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ. ഈ പരാരും പറയുന്നു ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. തുടരെ ഷിയാസ് കരീമിനെ പറ്റി പരാതി പറയുന്നുണ്ട്. അപ്പം വേറെ ബൈജൂസ് ബ്ലോഗ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ്, ഈ ഷിയാസ് കരീമിന്റെ ഒരു ഇതിൻ്റെ അകത്തൊരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഞാൻ വായിച്ചേൽപ്പിക്കാവേ. അഖിൽ കോട്ടത്തേങ്ങയെ ശൂന്യാകാശത്ത് നിറക്കാനുള്ള അജണ്ടയുമായി നടക്കുന്ന നല്ല ഒന്നാന്തരം പോക്കൃത്തരം എനിക്ക് ഉറപ്പുണ്ട്. ഷിയാസ് ഈ വിഷയത്തിൽ നിരപരാധിയാണെന്ന് എന്നത്. കാരണം കഴിഞ്ഞ 6 മാസമായി ആ തള്ള ഇവന്റെ പിറകെ കൂടിയിട്ടെന്നത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മിക്കവർക്കും അറിയാം. പോസ്റ്റുകളിൽ മിക്കതിലും ഒരാളുടെ പേരിൽ താങ്ക്സ് കാർഡ് കാണാറുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അവനെ തളർത്താൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് തെറിവിളികളും കേൾക്കും. കാരണം ഇത് കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു പൊയ്ക്കഥയുടെ ചിത്രം മാത്രമാണ്. പക്ഷെ കഥാകൃത്തിന് തെറ്റി. ഈ സിനിമയുടെ തിരക്കഥ എന്നും എപ്പോഴും ഷിയാസ് കരീം ഭദ്രം, ഒപ്പം ഉണ്ട് മുത്തൈ. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഷിയാസിന് അനുകൂലമായിട്ടുള്ള കമന്റും ഒക്കെയാണ്. കാരണം ഈ ഒരു സമയത്ത് ഷിയാസിന് ബീഫ് പ്രശ്നം പറഞ്ഞൊക്കെ വിട്ടുകൊണ്ട് ഷിയാസിനെതിരെ ഒരു കള്ളക്കഥ വരാൻ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് കമന്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.